നിയമസഭയെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും നേതാക്കളും പറഞ്ഞതുപോലെ നിയമസഭയെ അവഹേളിച്ചു, നിയമസഭാംഗങ്ങളെ അവമാനിച്ചു എന്നത് ഒരു ഭാഗത്ത്. ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഈ നടപടി പോലെ തന്നെ യഥാർത്ഥത്തിൽ LDF ഗവൺമെന്റും പ്രതിക്കൂട്ടിലാണ്. കാരണം ഇത്തരമൊരു സ്ഥിതിവിശേഷം സംസ്ഥാനത്തുണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് പൂർണ്ണ പരാജയമാണ് എന്നുള്ളതുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ ഭരണരംഗത്ത് നേതാക്കൾ പറഞ്ഞതുപോലെ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഭരണഘടന ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഗവർണറുമായി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടലും അതേ തുടർന്ന് വരുന്ന ഭരണപ്രതിസന്ധി നിയമസഭയെ അവഗണിക്കുന്ന ഈ നടപടിയിലേക്ക് എത്തിച്ചേർന്നു. എല്ലാം അതിൽ നിന്ന് ഗവൺമെന്റിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ നടപടികളിലൂടെ പോകുന്നു എന്ന് പറയുന്നതും പ്രതിഷേധാർഹമാണ്. ജനങ്ങളെയാണ് ഇവരെല്ലാം വെല്ലുവിളിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി നിയമസഭ വളരെ പ്രാധാന്യത്തോടെ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ നിയമസഭാ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഗൌരവതരമായ ചർച്ചകളുണ്ടാവും. ആശുപത്രികളിൽ മരുന്നില്ല, ലൈഫ് പദ്ധതിയിൽ വീടില്ല, റോഡുകൾ നന്നാക്കാൻ പണമില്ല, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, കാർഷിക മേഖല തകർന്നിരിക്കുന്നു, ഭിന്നശേഷിക്കാരായ മനുഷ്യർ പോലും ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളുടെ മുൻപിൽ ഇതിനെല്ലാം അതിജീവിക്കാൻ ഗവൺമെന്റ് നിലപാടുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു എന്ന് ഈ നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കേണ്ട സമയത്താണ് ഗവൺമെന്റിന്റെ ഗുരുതരമായ ഈ വീഴ്ച. അതിന് ഗവർണർ മറുഭാഗത്ത് നിന്നുകൊണ്ട് അപമാനിക്കൽ, ഇതെല്ലാം ചേർത്തുകൊണ്ട് കേരളം കുട്ടിച്ചോറാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് പോയിരിക്കുന്നത്. ഇതിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉയർന്നു വരേണ്ടത്. അതിന് UDF പ്രതിപക്ഷവും നേതൃത്വം കൊടുക്കും.